ഇവരിത് ജർമ്മനിയെ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവരിങ്ങനെ ഒരു ആ ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടെ പോകും. ഇത് അന്നത്തെ ഒറിജിനൽ വാളാ? അതെ, ഒറിജിനൽ വാളാണ്. എന്താ ബബിൾഗോ? ലക്ഷക്കണക്കിന് പേര് ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര സംഭവം ഉണ്ടായി, അത് ഇവിടെ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റൻഷൻ ഉണ്ടായിരുന്നു. ബെർലിൻ മതിലിന്റെ ഈ ഭാഗം ഇങ്ങനെയാണുള്ളത്. ആളുകളെല്ലാം ഈ മതിൽ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കബാബ് ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. ജർമ്മനിയിലെ കബാബ് ഷോപ്പാണ് മുസ്തഫാസ് ഗാമുസെ കബാബ്. ഇതിന്റെ ക്യൂ കാണണോ? ഇതാണ് ക്യൂ. ഞാനിപ്പോൾ ഉള്ളത് ബെർലിനിലാണ്, ജർമ്മനിയിലെ ബെർലിനിൽ. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിനുവേണ്ടി എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. പുള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ബോർഡ് വായിച്ചാൽ എന്താണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ഡിഫിക്കൽട്ടായിട്ടാണ് അത് വായിക്കാൻ. അപ്പോൾ എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരാളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ആളിതാണ്. ഹലോ, എൻ്റെ പേര് ഐജു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബെർലിനിലെ പോസ്റ്റ്ഡാം പ്ലാറ്റ്സിലാണ്. സ്ഥലം എവിടെയാണ്? എൻ്റെ നാട് എറണാകുളം. എറണാകുളം. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുമായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ജോബ് സീക്കർ വിസയിലേക്കായിട്ട് ജോലി അന്വേഷിക്കണം. ഓക്കെ. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണ്, എനിക്കൊരാളായിട്ട്. ഉള്ളത് പോസ്റ്റ്ഡാം പ്ലാറ്റ്സിലെ DBയുടെ ഹെഡ് ഓഫീസിലാണ്. ഇതാണ് DBയുടെ ഹെഡ് ഓഫീസ്. അതെ. മുകളിൽ DB എന്ന് എഴുതിയിട്ടുണ്ട്. ഈ DB എന്ന് പറഞ്ഞാൽ എന്താ? ഡോയ്ച്ച് ബാൻ. അതായത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മൊത്തം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ KSRTC എന്നൊക്കെ പറയുന്ന പോലെ എൻ്റയർ ജർമ്മനിയുടെ ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പേരാണ് ഡോയ്ച്ച് ബാൻ. ഇപ്പോൾ ഇവിടുത്തെ ട്രെയിനുകളായിക്കോട്ടെ, ബസ് സർവീസ് ആയിക്കോട്ടെ, ബോട്ട് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാം ഇവരുടെ കൺട്രോളിലായിരിക്കും. അവരുടെ മെയിൻ ഹെഡ് ഓഫീസാണ്. ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? പോസ്റ്റ്ഡാം പ്ലാറ്റ്സ്. വായിൽ കൊള്ളില്ല. ഇതാണ് പോസ്റ്റ്ഡാമർ പ്ലാറ്റ്സ്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പോസ്റ്റ്ഡാമർ പ്ലാറ്റ്സ്. ഈ ഹോട്ടൽ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങുകളിലൊന്നാണ്. ബെർലിനിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ബിൽഡിങ്ങുകളിലൊന്നാണ്. കൂടെയാണ്. ഇതിന്റെ മേളിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ബെർലിൻ മൊത്തം കാണാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ. ഇത് ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഹോട്ടലാണിത്, ബെർലിനിലെ പനോരമ ഹോട്ടൽ. ഓക്കെ. പനോരമ ഹോട്ടൽ. ഇതിൻ്റെ മുകളിൽ കയറാൻ എത്ര ചാർജ്? 8 യൂറോ. യെസ്. വ്യൂ പോയിന്റ് 360 ഡിഗ്രി കഫേ. ഇവരിത് ജർമ്മനിയെ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മൻ വാളിൻ്റെ അവശിഷ്ടത്തിൻ്റെ അടുത്താണ്. ഇതിനു മുമ്പ് ജർമ്മൻ വാൾ നിന്നിരുന്ന സ്ഥലം, അതിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തൊക്കെയാണ്? പഴയ ജർമ്മൻ വാൾ നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഒരു സ്മാരകം ക്രിയേറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ ജർമ്മൻ വാൾ ഈസ്റ്റ് ജർമ്മനിയിൽ, വെസ്റ്റ് ജർമ്മനിയിൽ മധ്യത്തിലുണ്ടായിരുന്ന ജർമ്മൻ വാളിൻ്റെ അതേ ലൈനിലാണ് ഇവർ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ലൈന് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? അതെ, ഈ ലൈൻ ത്രൂ ഔട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവരിങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടെ പോകും. ഇത് അന്നത്തെ ഒറിജിനൽ വാളാ? അതെ, ഒറിജിനൽ വാളാണ്. എന്താ ബബിൾഗോ? ബബിൾഗായിരിക്കും. ഇതുപോലെ ടൂറിസ്റ്റുകൾ വന്നു കഴിയുമ്പോൾ അവർ ഈ വാൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ അവര് ബബിൾഗം തുപ്പി അതിനെ മുകളിൽ ഒട്ടിക്കുന്നു. ഇവിടെ മൊത്തം ബബിൾഗാണ്. ഒന്ന് തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ മൊത്തം ബബിൾഗമാണ്. ഈ വാൾ പണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ. അതെ, പെട്ടെന്ന് മാർബിൾ പോലെ തോന്നി, ഡിസൈനാന്ന് തോന്നി. പിന്നെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ബബിൾഗം ആണെന്ന്. ഈ വാളിന് ഇഷ്ടമില്ലാത്ത ആളുകൾ അവര് ബബിൾഗം തുപ്പിയിട്ട് അതിൽ ഒട്ടിച്ചേക്കും.
ആ എന്ന് തോന്നുന്നേ. ഇവിടെയൊക്കെ ഉണ്ടതാ, കൈയെത്തുന്ന ദൂരത്തിലൊക്കെ ബബിൾ ഗം ഉണ്ട്. ഈ വാളിന്റെ നീളം എത്രയായിരുന്നു? എനി ഐഡിയ? എനിക്ക് ഐഡിയ ഇല്ല, പക്ഷെ ഓൾമോസ്റ്റ് ഈ വാൾ എന്തിനു വേണ്ടിയുള്ളായിരുന്നു? ഇത് നാസി ഭരണകാലത്ത് പോളിഷ് അധിനിവേശത്തുള്ള ജർമ്മനിയും നാസി ജർമ്മനിയും തമ്മിൽ വിഘടിച്ച് നിൽക്കുമായിരുന്നു. അന്ന് പോളണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് പേര് ആ ഒരു സൈഡിലേക്കും പിന്നീടുള്ള ജനതകൾ നാസി ജർമ്മനിയുടെ സൈഡിലേക്കുമായിരുന്നു. അപ്പോൾ അവരുടെ രണ്ട് പ്രക്ഷോഭങ്ങൾക്കിടയിൽ ജർമ്മനി വിഭാജിച്ചാണ് ഒരു മതിൽ കെട്ടിയിട്ട്. പിന്നീട് അത് തകർത്തു ഒന്നിച്ച്. അതെ, ഇത് ബെർലിനിലെ ഏറ്റവും വലിയൊരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ പേര് ടിയർഗാർട്ടൻ എന്നാണ്. ഈ പാർക്കിൻ്റെ അടിയിലൂടെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം മൊത്തം പോകുന്നത്. ട്രെയിനും ബസ്സും ടണൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്ത പാർക്കാണ്. ഉണ്ടാക്കിയെടുത്താണ്. ഓക്കെ. ഏകദേശം 100-200 ഏക്കറുകൾ കണക്കിനുണ്ട് ഇത്. അപ്പോൾ അതും ജർമ്മനിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഈ ഒരു പാർക്കുള്ളത്. വലിയൊരു പാർക്കാണ്, ബെർലിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റി. സോറി. അപ്പോൾ നല്ല അടിപൊളി കാട് പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ റോഡൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? ആളുകൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന എസ് ബാനും ഉബാനൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. ഒരു വലിയൊരു ഹൈവേ മെയിൻ സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ള ബസ്സിൻ്റെ റൂട്ട് അടിയിൽ കൂടെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു AC-യിൽ കയറിയ ഫീലിംഗ്, തണുപ്പ് കൂടി. ഇതുവരെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് ആയി. ഒരു ഭയങ്കര റിഫ്രഷിങ് എവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ലേക്കുകളുണ്ട്. ലേക്ക് ഉണ്ടല്ലേ, അടിപൊളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് മെമ്മറി ഓഫ് മഡ്ഡഡ് ജ്യൂസ് ഇൻ യൂറോപ്പ്. അതായത് ഈ നാസി ഭരണകാലത്ത് എൻ്റയർ യൂറോപ്പിൽ മെയിൻലി ജർമ്മനിയിൽ കൊല്ലപ്പെട്ട ജൂതന്മാർക്ക് വേണ്ടിയുള്ളൊരു മെമ്മോറിയലാണ്. അപ്പോൾ അന്ന് മരിച്ച ഓരോരുത്തരുടെയും കൃത്യമായ കണക്കുകൾ അവൈലബിൾ അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഇവിടെ ഒരു 1000-ഓളം അതിൽ ആയിരക്കണക്കിന് പേരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര കല്ലറ പോലൊരു പ്രാദേശികത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഒരുപാട് പേരിവിടെ അടക്കം ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. അതെല്ലാം കൂടാണ്ട് ഇപ്പോഴും 2003-ലായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഈ ജൂയിഷ് ഹോമിസൈഡിൻ്റെ അല്ലെങ്കിൽ ജനോസൈഡിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ സ്മാരകമാണ്. ഇതിനുള്ളിലൂടെ നടക്കാൻ പറ്റുന്നത്. ഇതുപോലൊരു സംഭവം പോളണ്ടിലുണ്ട്, ക്രക്കാവില്. ഇതല്ല, പക്ഷെ അവിടെ ഒരു ചെയറാണ്, ഒരു 64 ചെയർ എങ്ങാണ്ട് ഒരു സ്ക്വയറിൽ. ആ സ്ക്വയറിൽ ഓരോ ചെയറും റെപ്രസെൻ്റ് ചെയ്യുന്നത് 1000 ജൂതന്മാരെ. ഇതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ലക്ഷക്കണക്കിന് പേരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിൽ ആൾക്കാർ അടക്കപ്പെട്ടിട്ട് ഉണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുമ്പിന്റെ ബെൽറ്റ് കൊടുത്ത് പൊട്ടിപ്പോയിട്ടാ. 2711 സ്ലാബുകളുണ്ട്. 2711 കോൺക്രീറ്റ് സ്ലാബ്. 2711 കോൺക്രീറ്റ് സ്ലാബുകളുണ്ട് ഇവിടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാം. മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ആഴം കൂടി വരുന്നുണ്ട്, താഴ്ച കൂടി വരുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഒളിച്ച് കളിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രാൻഡബർഗ് ടോറിൻ്റെ ഫ്രണ്ടിലാണ്. ബ്രാൻഡബർഗ് ടോർ എന്ന് പറഞ്ഞാൽ ബെർലിൻ നഗരത്തിൻ്റെ ഒരു കവാടമായ അതിൻ്റെ ഒരു സ്മാരകമാണ്. 18-ാം നൂറ്റാണ്ടിൽ ഫ്രെഡറിക് വില്യം ടു എന്ന് പറയുന്ന ഒരു പ്രഷ്യൻ രാജാവ്, അദ്ദേഹം ഇവിടുത്തെ ഡച്ച് ഭരണം അവസാനിച്ചതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ നഗരത്തിനൊരു കവാടം നിർമ്മിച്ചാണ് ഈ ബ്രാൻഡബർഗ് ടോർ. വർഷം തോറും ലക്ഷക്കണക്കിന് പേര് ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര സംഭവം ഉണ്ടായി, അത് ഇവിടെ മീഡിയയിലൊക്കെ ഭയങ്കര അറ്റൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകൾ ഈ ബിൽഡിങ്ങൾ സ്പ്രേ പെയിൻ്റ് അടിച്ചത് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അത് ലോകമെമ്പാടും ഭയങ്കര ന്യൂസായി. കാരണം ഇത്രയും വർഷം പഴക്കമുള്ളൊരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ആ ഒരു രീതിയിൽ നശിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇത് ഏത് നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ട്. 1700-കളിൽ ഫ്രെഡറിക് വില്യം ടു എന്ന് പറഞ്ഞ രാജാവ് ആണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും ഇത്രയും വർഷമായിട്ടും ഇതിന് വലിയ കേടുപാടുകളോ ഒന്നുമില്ലാതെ ഈ ഗ്രാനൈറ്റിൻ്റെ വലിയ സ്ട്രക്ചർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് സംരക്ഷിച്ച് പോരുന്നതിനും ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കഠിനമായ കുറേ പ്രയത്നങ്ങളുണ്ട്. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത് 2009 കാലത്ത് ഫ്ലൈറ്റ് വെച്ച് ഇടിച്ച് ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു പോയായിരുന്നു യുദ്ധത്തിൽ. എന്നിട്ട് അവർ റീകൺസ്ട്രക്ട് ചെയ്തെടുത്താണിത്. ഇവിടെയാണ് അവർ പെയിന്റ് അടിച്ച്. അതെ അതെ, നേരത്തെ അതിൻ്റെ പെയിൻറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ റിമൂവ് ചെയ്തതാണ് പോലീസൊക്കെ വന്നത്. ഒരുപാട് ഹോളിവുഡ് പടങ്ങളിലൊക്കെ നമുക്ക് ഈ ബിൽഡിംഗ് കാണാൻ സാധിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ജോൺ വിക്ക് 4-ലും ഈ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇങ്ങനെ കുറേ ഗേൾസ് ഇറങ്ങിയിട്ടുണ്ട്. കയ്യിലൊരു പേപ്പർ ഉണ്ടാവും. ആദ്യം അവർ അതിലൊന്ന് സൈൻ ചെയ്യിപ്പിക്കും. അത് വീൽ ചെയറിൽ മറ്റേ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ടാണ് അവർ വരിക. അതിൽ സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളോട് ഡൊണേഷൻ ചോദിക്കും. സത്യത്തിൽ മറ്റൊരു തട്ടിപ്പാണ്. ഒരു തട്ടിപ്പ് 2.5 കൊല്ലം ഞാനിവിടെ ഉണ്ട്. ഇവർക്ക് സത്യത്തിൽ ഇവർ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് സർക്കാർ വേണ്ട സൗകര്യങ്ങളും മന്ത്ലി പൈസ എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും കുറച്ച് പേര് പിടിച്ചു പറയും. ബാക്കിയുള്ളവർ ഇതേപോലെ ഒരു പേപ്പറായിട്ട് ഇറങ്ങും, അവർക്ക് രോഗമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ്. സത്യത്തിൽ ഇവർക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. സത്യത്തിൽ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ഏരിയയിട്ട് പോലും വരില്ല. അപ്പോൾ ഇങ്ങനെ കുറേ തട്ടിപ്പുകാരുണ്ട്. ഇല്ലീഗലാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ബെർലിനിൽ വരികയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആദ്യം വരിക. നമ്മൾ സൈൻ ചെയ്യാനല്ലേ വിചാരിച്ചിട്ട് സൈൻ ചെയ്ത് കൊടുത്താൽ പിന്നാണ് അവർ പറയുക ഇനി ഡൊണേഷൻ വേണം. പിന്നെ അപ്പോൾ പിക് പോക്കറ്റേഴ്സും ഇവിടെ ഉണ്ട്. തിരക്കൂടിയ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണും പേഴ്സും എപ്പോഴും ശ്രദ്ധിക്കും. പേഴ്സ്, സൈക്കിൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് റെഫ്യൂജീസ് ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് കെയർ ചെയ്താൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇതാണ് ഒറിജിനൽ ബെർലിൻ വാൾ. ബാക്കിയൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയി. നശിപ്പിക്കപ്പെടാതെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന വാളാണിത്. ഇത് ഒറിജിനലാണ്. ഇങ്ങനെ ആയിരുന്നു ബെർലിൻ വാൾ. അത് നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. മതിലുകളുടെ കുറേ ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരുപാട് ഏരിയ ഉണ്ട് ഇതിൻ്റെ ഇവിടെ. ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇത്രയും ഹൈറ്റിൽ, ഏകദേശം 2 ആളെ ഹൈറ്റിലാണ് ഈ വാളുള്ളത്. അവിടെ കുറേ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടല്ലോ. Of the Soviet zone's border brigades have been occupied in removing parts of buildings along the so-called death strip behind the wall on Bernauer Straße and leveling the area.
Last night, reburial work was observed in both sectors. What happened on Friday afternoon in Bernauer Straße? On Friday afternoon, a funeral took place in the Bernauer Straße cemetery, the 3-meter-high barbed wire wall which constitutes the border between the Soviet sector and the Wedding district. The wife of the deceased, resident in East Berlin, had chosen a grave directly behind the surveillance strip of the People's Police. In this way, the West Berlin relatives and friends would be able to attend the funeral, even if separated ഇവിടെ by ഒരു a ഓഡിയോ barbed ഗൈഡ് wire ഉണ്ട്. നമുക്ക് entanglement. ആവശ്യമുള്ള A ഡീറ്റെയിൽസ് brother of the ഈ deceased from ബട്ടണിൽ West പ്രസ് ചെയ്ത് Germany കഴിഞ്ഞാൽ could നമുക്ക് join കിട്ടും. in paying his last respects on the East Berlin side. The brother living in West Berlin and his family, for whom, as for all West Berliners, the way into the Soviet sector is barred, stood on a ladder by the wall and watched the funeral service. ബെർലിൻ മതിലിന്റെ ഈ ഭാഗം ഇങ്ങനെയാണുള്ളത്. ആളുകളെല്ലാം ഈ മതിൽ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയതിന്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു. ഇതിന്റെ കമ്പികൾ എല്ലാം പുറത്തുണ്ട്. ഈ കാണുന്നത് ബെർലിൻ വാൾ മെമ്മോറിയലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബെർലിൻ വാളിൻ്റെ ഒരു ടോപ്പ് വ്യൂ കിട്ടും. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഉള്ളിൽ എന്തൊക്കെയോ കാണാനും ഉണ്ട്. ഈ വാളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഉള്ളിൽ കാണാനും പറ്റും. അതിൻ്റെ ഒരു മ്യൂസിയമാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഈ ബെർലിൻ വാൾ മെമ്മോറിയത്തിൻ്റെ മുകളിലൊരു ഇതുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാനിപ്പം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറി വേണം പോകാൻ. ഇവിടെ ഓരോ ഫ്ലോറിലും ഓരോരോ മ്യൂസിയം ഉണ്ട്. ഈ വാളിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കബാബ് ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. ജർമ്മനിയിലെ കബാബ് ഷോപ്പാണ് മുസ്തഫാസ് കാമുസെ കബാബ്. ഇതിൻ്റെ ക്യൂ കാണണോ? ഇതാണ് ക്യൂ. ഈ ഒരു കബാബ് കിട്ടാനുള്ള ക്യൂ ആണ് കാണുന്നത്. എൻ്റെ അമ്മോ, ഈ സാധനം കിട്ടണമെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂർ ഇവിടെ നിൽക്കണം, എന്നാലേ ഈ ഒരു സാധനം കിട്ടുള്ളൂ. എന്തപ്പോ ചെയ്യാ? ഓഫ്, രക്ഷയില്ല. ഏറ്റവും ബാക്കിൽ പോയി നിൽക്കാനെ. ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞു ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും പകുതിയിലധികം ഇങ്ങനെ പെൻഡിങ് ആണ്. മിക്കവാറും ഇനിയും 1 മണിക്കൂറോളം നിന്നാലേ സാധനം കിട്ടുള്ളൂ. അതിനുള്ളിൽ ആകെ 3 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ 3 റേറ്റിലാണുള്ളത്. ഒന്ന് 8.30 ദിർഹം, 6.30 കാമുസെ കബാബ്. അത് വെജിറ്റേറിയൻ ആണ്, 6.30. മറ്റേതാണ് ചിക്കൻ 7.10. 3 റേറ്റിലാണ് സാധനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം 3 പേരുണ്ട്. പക്ഷെ എന്നാലും അവർ സാവധാനം ചെയ്യുന്നുള്ളൂ. വീണ്ടും അതാ ക്യൂ. ആദ്യം ഉണ്ടായിരുന്ന അത്ര തന്നെ ഉണ്ട് ക്യൂ ഇപ്പോഴും. അടിപൊളി. ഇവർക്ക് ഇതുപോലത്തെ ഒരു കൗണ്ടർ, ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവർക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇവർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഇതും വെറുതെ തന്നെ ആയിരിക്കും, പറയാൻ പറ്റില്ല.
Hat ein Jahr gedauert. Bitte schön. Ja, nur der Schlauch und der Mantel, ne? Den kann man ja klein machen. Also das Zeug. Ambassador. Ambassador. Die Botschaft. Ambassador ist ein Kleeblatt dran. Ein Kleeblatt soll was bedeuten? Ganz viel Glück für Ihre Fahrt. Vier Blätter. Du hast ihn nicht anzufassen. Mathe, stell dich hin. Stell dich vor ihn wieder. Er hat mir den Ball, wenn ich jetzt da gefahren bin, sagt, dann hätte er mich bewegt. Sein Ziel ist es, einmal um die ganze Welt zu fahren. Das ist nicht schön. Weißt du, was er sagt? Liebe. Klasse, hat er das gemacht?